മുമ്പൊക്കെ സർക്കാരിന് LDF സർക്കാർ എന്ന് മാത്രമേ പരാമർശിച്ചിരുന്നുള്ളൂ. നയനാർ സർക്കാർ എന്ന് അല്ലെങ്കിൽ VS സർക്കാർ എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും പറഞ്ഞിരുന്നില്ല, ഇടതുമുന്നണി പറഞ്ഞിരുന്നില്ല. എപ്പോഴും ഇടതുമുന്നണി സർക്കാർ, LDF സർക്കാർ എന്നാണ് പറഞ്ഞത്. നയനാരുടെ 3 സർക്കാരും അച്യുതാനന്ദൻ്റെ 1 സർക്കാരും LDF സർക്കാരുകൾ. പക്ഷേ പിണറായി വിജയൻ വന്ന് 2ാമത്തെ കൊല്ലം മുതൽക്ക് പിണറായി വിജയൻ സർക്കാർ എന്ന് പറഞ്ഞ് അതിൽ പോലും അദ്ദേഹത്തെ ഒന്ന് മുന്നോട്ട് കയറ്റിവെക്കുന്ന ഒരു പ്രവണത അവിടെ നിന്ന് കണ്ടു തുടങ്ങി. പിന്നെ അത് വ്യാപിച്ചു. ഈ സാംസ്കാരിക നായകന്മാരും സാഹിത്യകാരന്മാരൊക്കെ ഇദ്ദേഹത്തെ നിതരാൻ പ്രശംസിക്കുന്നു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. അങ്ങനെ ഒരു പ്രവണത നമ്മൾ കാണാൻ തുടങ്ങി. അത് പിന്നീട് ഇദ്ദേഹത്തിനെ വാഴ്ത്തിക്കൊണ്ടുള്ള അവദാനങ്ങൾ ഈ പാർട്ടി ലോകമെങ്ങും പ്രശോഭിക്കാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്ന രീതിയിൽ കൈകൊട്ടിക്കളി പാട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പ്രവണത എന്ന് പറഞ്ഞാൽ വ്യക്തിപൂജ തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിപ്പോൾ P. ജയരാജൻ്റെ വ്യക്തിപൂജ മാത്രമേ പാർട്ടിക്ക് അഹിതകരമായിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. പിണറായി വിജയനെ വ്യക്തിപരമായിട്ട് സ്തുതിച്ചാലും ഇതേ പ്രശ്നം തന്നെ ഉണ്ടാവും. പക്ഷേ മുഖ്യമന്ത്രിയെയാണ് പ്രശംസിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പാർട്ടിയിലെ ബുദ്ധിജീവികളും വൈതാളികന്മാരൊക്കെ തൽക്കാലത്തേക്ക് നിശബ്ദതയിലാണ്. ഇദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇവരൊക്കെ കൂടി തിരിച്ചു വരികയും പുള്ളി ചെയ്തത് തെറ്റായിപ്പോയി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യും, യാതൊരു സംശയവും വേണ്ട.